നമസ്കാരം. കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതത്തിൽ ദൃഢമായ ഒരു സാമ്പത്തിക അടിത്തറ പാകുന്നതിൽ പ്രധാനമായ വളരെ നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഇസാഫ്. ഇസാഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പോൾ തോമസ് ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് ഇസാഫിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റും അല്പനേരം സംസാരിക്കാം. പോൾ തോമസ്, സ്വാഗതം കേരള വിഷനിലേക്ക്. ഇസാഫിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് വ്യക്തിപരമായി ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി അയാളുടെ കർമ്മ മേഖല തിരഞ്ഞെടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി കിട്ടുന്നു, അയാൾ അതിൽ വ്യാപൃതനാകുന്നു. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ മേഖല, കർമ്മ മേഖല അയാൾ സ്വയം തിരഞ്ഞെടുത്ത് അതിൽ മികവ് തെളിയിക്കുന്നു. കെ പോൾ തോമസിനെ സംബന്ധിച്ച് ഇതിലേതാണ് ശരി? എനിക്ക് തോന്നുന്നു ഞാൻ തിരഞ്ഞെടുത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖല തിരഞ്ഞെടുത്ത് അതിൽ ഞാൻ മികവ് തെളിയിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പാലക്കാട് ജില്ലയിലെ വളരെ ഒരു പിന്നോക്ക ഒരു മലയോര ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന വ്യക്തിയാണ്. സ്കൂളിലൊക്കെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ദിവസം 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ വീട്ടിലേക്കും തിരിച്ച് നടന്ന് പഠിക്കേണ്ടതായിട്ടൊരു സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു ബാല്യമായിരിക്കാം എന്നെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്കൊക്കെ ശരിയാക്കിയെടുത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദർശനം ലഭിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നീട് പഠിച്ചത് ഞാൻ കൃഷിയും ഗ്രാമവികസനമൊക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഇത് എങ്ങനെ സമൂഹത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നതായിട്ടുള്ള വലിയൊരു ആഗ്രഹം. പിന്നെ ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ദൈവം എന്തുകൊണ്ട് മനുഷ്യനോട് ഇങ്ങനെ ചെയ്യുന്നു? കുറേ പേരെ സമ്പത്തും സ്ഥിതിയൊക്കെ ഉള്ളവരായിട്ടും കുറേ പേര് ഇല്ലാത്തവരായിട്ടും, അപ്പോൾ ദൈവം ഒരു നീതിമാനായിട്ടുള്ളൊരു ദൈവം ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ദൈവം വളരെ നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ശക്തി തന്നെയാണ്. പക്ഷേ മനുഷ്യൻ്റെ ഒരു സ്വാർത്ഥതയുമൊക്കെയാണ് ഇന്നത്തെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ മനുഷ്യന് മാത്രമേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ, മറ്റ് കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളിൽ തിരിച്ചെന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് ഓരോ ദൈവവിശ്വാസിയുടെയും കടമയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത്. ഇത്തരം ചിന്തകൾ ഒരു വ്യവസായത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് എത്രത്തോളം അത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും? ഇപ്പോൾ നമ്മൾ അല്പം കനിവ് കാണിക്കേണ്ടവരായി വരും, ദയ, മാനുഷികത, ഇത്തരം അംശങ്ങൾക്കൊന്നും ഈ ബിസിനസ്സിൽ യാതൊരു സ്ഥാനവുമില്ല എന്നൊക്കെയാണ് പുതിയ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം അതെല്ലാം നമ്മൾ എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പം പൊതുവേ ഒരു തത്വമുണ്ട്, ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്, ഒരു വിജയമായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക ഒന്ന് മാത്രമാണ് ബിസിനസ്സിൻ്റെ വിജയമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു അതിൽ വളരെ കാതലായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഏതൊരു ബിസിനസ്സിനും ഒരു സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കുന്ന ബിസിനസ്സുകൾക്ക് വലിയ പ്രസക്തി ഇന്ന് വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ അതിൽ ചെറിയ മാറ്റം ഞാനിപ്പോൾ ഒന്ന് കാണുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ ഏത് ബിസിനസ്സുകാർ, വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ തന്നെ, ബിൽ ഗേറ്റ്സ് ആയാലും ഒക്കെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു സമ്പത്ത് ഉണ്ടാക്കി, പക്ഷേ സമ്പത്ത് മുഴുവൻ സമൂഹത്തിന് വേണ്ടിയിട്ട് തിരിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഒരു സാമൂഹ്യ വശം, ഇപ്പം ഞാൻ തിരഞ്ഞെടുത്ത വഴിയെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാനായിട്ട് ബിസിനസ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഒരു ഞാൻ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു സോഷ്യൽ എൻ്റർപ്രണറായിട്ട് അറിയപ്പെടാനായിട്ടാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. ഇത് വളരെ വ്യത്യസ്തമായൊരു ആശയവും ആദർശവും ഒക്കെയാണ്. നമ്മൾ സമൂഹത്തിന് മുന്നിൽ, അല്ലെങ്കിൽ വ്യാവസായികമായ ഒരു കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ തടസ്സങ്ങളും വെല്ലുവിളികളും, ചിലർ പരിഹസിക്കും, പുച്ഛിക്കും ഒക്കെ ഉണ്ടാവില്ലേ? ഇത്തരം തടസ്സങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും. കാരണം ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ പൂർണ്ണമായിട്ടൊരു സാമൂഹ്യ പ്രവർത്തനം മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടും, സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിലൊരു ബിസിനസ് പ്രിൻസിപ്പിൾസ് നമ്മൾ കൊണ്ടുവരികയും അത്തരം തത്വങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ സാമൂഹ്യ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തുനിന്നും നമുക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ ചിലത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള സമയം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ പ്രവർത്തനം
ഞാൻ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ മൈക്രോ ക്രെഡിറ്റ് ചെറുകിട വായ്പാ പദ്ധതിയെക്കുറിച്ചൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ബാങ്കുകളിൽ ആദ്യം ഞാൻ പോയി സംസാരിച്ചതായുള്ള സമയത്ത് ഈടില്ലാതെ വായ്പ കൊടുക്കുന്നതിനെക്കുറിച്ച് വിശ്വസിക്കാനായിട്ട് അവർക്ക് പ്രയാസമായിരുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ടൊരു വായ്പ കൊടുത്താൽ അതിനുള്ള സ്വയം തൊഴിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കാനായിട്ട് അവർക്ക് പ്രയാസമായിരുന്നു. അപ്പം ഇതങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ ഇത് വിജയിച്ചിട്ടുണ്ടെന്നൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് ഒത്തിരി സമയമെടുത്തു. അതേസമയം ഒരു പ്യുവറായിട്ടുള്ളൊരു ലെൻഡിങ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അത്രയും കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല ഒരു ബാങ്ക് ലോൺ സംഘടിപ്പിക്കാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം സാമൂഹ്യ പ്രവർത്തനം മാത്രം ചെയ്യുന്നതായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റ് പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങൾ സമൂഹത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കമ്പോളവൽക്കരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള വാദങ്ങൾ ഒരു സൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് സൈഡിൽ നിന്നും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് നേടാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെ വലുതാണ്. അത് ഇസാഫിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാനൊരു പ്യുവറായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഈ മനസ്സലിവും അനുകമ്പയും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്തുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ അത് സാധ്യമാണ്. അതാണ് എൻ്റെ അനുഭവം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പൂർവ്വ മാതൃക മുന്നിലുണ്ടായിരുന്നു? പൂർവ്വ മാതൃക എന്ന് പറയാവുന്നത് ഇപ്പം ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു മാതൃക. അതാണ് എന്നെ ഒത്തിരി സ്വാധീനിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. പ്രൊഫസർ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതായിട്ടുള്ള ഗ്രാമീൺ ബാങ്ക്. അത് ഈ വിപണിയുടെ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ശ്രമിക്കുകയും ഒരളവ് വരെ വിജയിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു ലോകത്തിന് മുമ്പിലുള്ളൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ 93 ഡൽഹിയിലുള്ള എഫിക്കോർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ഗ്രാമീൺ ബാങ്കിനെ കുറിച്ച് ആദ്യമായിട്ടൊരു സെമിനാറിലൂടെ ഒരു അറിവ് തന്നത്. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അവിടെ പോയി 97 അവിടെ പോയി പ്രൊഫസർ മുഹമ്മദ് യൂനുസുമായിട്ട് ഏകദേശം 2 ആഴ്ചയോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഗ്രാമീൺ ബാങ്കിൻ്റേതായിട്ടുള്ള തത്വങ്ങൾ പഠിക്കാനായിട്ടും അവസരം കിട്ടി. അതൊരു വലിയ വിജയമായിരുന്നു അതിൻ്റെ ആ പഠനം, ആ അനുഭവം.